കത്തോലിക്ക സഭയും ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളും തമ്മിലുള്ള ദൈവശാസ്ത്ര സംവാദത്തിനായുള്ള സംയുക്ത അന്തർദേശീയ കമ്മീഷന്റെ 19ാമത് സമ്മേളനം ഈജിപ്തിലെ വാദി അൽ നാത്രോൺ പ്രവിശ്യയിലുള്ള സെന്റ് ബിഷോയി മോണസ്ട്രിയിലുള്ള ലോഗോസ് സെന്ററിൽ വെച്ച് നടത്തപ്പെട്ടു. കത്തോലിക്ക സഭയെ പ്രതിനിധീകരിച്ചുള്ള സംഘത്തിൽ വത്തിക്കാന്റെ ഭാഗത്തു നിന്നുള്ള നിരീക്ഷകനായി കേരളത്തിൽ നിന്നുള്ള ഈശോ സഭ വൈദികനായ ഫാദർ ജിജിമോൻ പുതുവീട്ടിൽക്കളം SJ പങ്കെടുത്തു. ജനുവരി 31 മുതൽ ഫെബ്രുവരി 4 വരെ നടന്ന കത്തോലിക്ക സഭയും ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളും തമ്മിലുള്ള ദൈവശാസ്ത്ര സംവാദത്തിനായുള്ള സംയുക്ത അന്തർദേശീയ കമ്മീഷന്റെ എക്യുമെനിക്കൽ സമ്മേളനത്തിന് ആതിഥേയത്വം വഹിച്ചത് കോപ്റ്റിക് ഓർത്തഡോക്സ് സഭയാണ്. പരിശുദ്ധ കന്യകാമറിയത്തെ പറ്റിയുള്ള ദൈവശാസ്ത്ര വിജ്ഞാനിയും പരിശുദ്ധ അമ്മ സഭയുടെ പ്രബോധനങ്ങളിലും ജീവിതത്തിലും എന്ന വിഷയമായിരുന്നു ഈ വർഷത്തെ സംവാദ വിഷയം. ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളെ പ്രതിനിധീകരിച്ച് യുഎസിലെ സഹായമെത്രാൻ അഭിയുന്ന കൂർലോസ് മെത്രാപ്പോലിത്തയും വത്തിക്കാനിലുള്ള ക്രിസ്തീയ സഭകളുടെ ഐക്യത്തിനു വേണ്ടിയുള്ള ഡിക്കാസ്ട്രിയുടെ പ്രിഫെക്ട് കർദിനാൾ കുർഹ് കോഹിന്റെ അസാന്നിധ്യത്തിൽ കത്തോലിക്ക സഭയെ പ്രതിനിധീകരിച്ച് ബെനഡിക്റ്റൈൻ വൈദികനായ ഫാദർ കൊളംബ സ്റ്റ്യൂവർട്ടും ഈ സഭാഐക്യ സംവാദത്തിന് കോ-ചെയർമാരായി നേതൃത്വം നൽകി. ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളെ പ്രതിനിധീകരിച്ച സംഘത്തിൽ സിറിയൻ അന്ത്യോക്യൻ ഓർത്തഡോക്സ് സഭ, മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ, അർമേനിയൻ അപ്പസ്തോലിക് പാരമ്പര്യത്തിലുള്ള 2 വ്യക്തിഗത ഓർത്തഡോക്സ് സഭകൾ, കോപ്റ്റിക് ഓർത്തഡോക്സ് സഭ, എറിത്രിയൻ ഓർത്തഡോക്സ് സഭ തുടങ്ങിയ 6 ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളിൽ നിന്നുള്ള പ്രതിനിധികൾ ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ കേരളത്തിലെ സിറിയൻ ഓർത്തഡോക്സ് സഭയെ പ്രതിനിധീകരിച്ച് തെയോഫിലിസ് മാർ കുര്യാക്കോസ് മെത്രാപ്പോലിത്തയും, മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയെ പ്രതിനിധീകരിച്ച് യുഹാനോൻ മാർ ദിയോസ്കോറോസ്, യുഹാനോൻ മാർ ദിമിത്രിയോസ്, അബ്രാഹാം മാർ സ്തേഫാനോസ് തുടങ്ങിയ മെത്രാപ്പോലിത്തമാരും സഭാഐക്യ സംവാദത്തിൽ പങ്കെടുത്തു. കോപ്റ്റിക് ഓർത്തഡോക്സ് സഭയുടെ ആതിഥേയത്തിലാണ് ഈ വർഷത്തെ സംവാദം നടന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ 2 കുടുംബങ്ങളോട് ചേർന്ന് ഈ അലക്സാണ്ട്രിയയിലെ വിശുദ്ധ പിതാക്കന്മാരുടെ കബറിടമുള്ള സ്ഥലത്ത് വന്ന് പ്രാർത്ഥന നടത്തിയത്. വളരെ സന്തോഷം ഉള്ള ഒരു കാര്യമാണ്. റോമൻ കത്തോലിക്ക സഭയിലും ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളിലും പെട്ടതായ ആളുകൾ ഒരുമിച്ച് ചേർന്ന് ഒരു ദേവാലയത്തിൽ ദൈവത്തെ സ്തുതിക്കുമ്പോൾ അതിൻ്റെ ആനന്ദം അത് വർണ്ണനയ്ക്ക് അതീതമാകുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. 2003 ആരംഭിച്ച ഈ സംവാദങ്ങളിലൂടെ കത്തോലിക്ക സഭയും ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളും തമ്മിലുള്ളതായ ബന്ധം ഊഷ്മളമാക്കുവാനും കൂടുതൽ അടുത്ത ബന്ധങ്ങളിലേക്ക് വരുവാനും സാധിച്ചിട്ടുണ്ട്. സഭകൾ തമ്മിലുള്ളതായ കൂട്ടായ പ്രവർത്തനങ്ങളും ഐക്യവും കാലഘട്ടത്തിന്റെ കൂടെ ആവശ്യകതയാണ്. കത്തോലിക്ക സഭയെ പ്രതിനിധീകരിച്ചുള്ള സംഘത്തിൽ വത്തിക്കാന്റെ ഭാഗത്തു നിന്നുള്ള നിരീക്ഷകനായി കേരളത്തിൽ നിന്നുള്ള ഈശോ സഭ വൈദികനായ ഫാദർ ജിജിമോൻ പുതുവീട്ടിൽക്കളം SJ സംവാദത്തിൽ പങ്കെടുക്കുകയും സഭാഐക്യ സംവാദങ്ങളിൽ പരിശുദ്ധ കന്യകാമറിയത്തെപ്പറ്റി നടന്നിട്ടുള്ള വിചിന്തനങ്ങൾ എന്ന വിഷയത്തെപ്പറ്റി പ്രബന്ധം അവതരിപ്പിക്കുകയും ചെയ്തു. മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളിൽ നമ്മളുടെ ഈ സഹോദരീ സഭകൾക്ക് വളരെയധികം പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. അവയിലെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ആഗോള ഭീകരവാദം തന്നെയാണ്. ഈ ഭീകരവാദത്തിൻ്റെ ഫലമായി നമ്മളുടെ സഹോദരീ സഭകളായ ഈ ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകൾക്ക് അവിടെ പലപ്പോഴും പ്രവർത്തന സ്വാതന്ത്ര്യം നിഷേധിച്ചിരിക്കുകയാണ്. വളരെ ചുരുങ്ങിയ മേഖലയിൽ മാത്രമേ നമ്മളുടെ സഭകൾക്ക് അവിടെ പ്രവർത്തിക്കുവാൻ സാധിക്കുന്നുള്ളൂ. ഈ ആഗോള ഭീകരവാദത്തിൻ്റെ ഫലമായി ഈ ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളിലെ നല്ല ശതമാനം വിശ്വാസികൾ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കുടിയേറിയിരിക്കുന്ന കാഴ്ചയും നമ്മൾ ഈ കാലഘട്ടങ്ങളിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സഭാഐക്യ സംവാദത്തിന് വളരെയധികം ആനുകാലിക പ്രസക്തിയുണ്ട്. സഭകൾ എല്ലാം ഒരേ മനസ്സോടുകൂടി ഒരേ ഐക്യത്തോടുകൂടി ചേർന്ന് നിന്നാൽ ഇന്ന് നമ്മൾ നേരിടുന്ന പല പ്രതിസന്ധികളെയും ധൈര്യപൂർവ്വം നമുക്ക് നേരിടുവാനായിട്ട് സാധിക്കും. ഫെബ്രുവരി 3 കോപ്റ്റിക് ഓർത്തഡോക്സ് സഭാതലവൻ തവാദ്രോസ് 2ാമൻ പാപ്പ സംയുക്ത ദൈവശാസ്ത്ര കമ്മീഷൻ അംഗങ്ങളെ അഭിസംബോധന ചെയ്തു. ഇന്നലെ എന്നത് ചരിത്രമാണ്, നാളെ എന്നത് സഭാഐക്യത്തിനു വേണ്ടിയുള്ളതാണ്. ആ സഭാഐക്യത്തിനു വേണ്ടി പ്രയത്നിക്കാൻ ദൈവം തന്ന സ്വർഗീയ സമ്മാനമാണ് ഇന്നിന്റെ നാളുകളെന്ന് പ്രസ്താവിച്ച കോപ്റ്റിക് പാപ്പ തവാദ്രോസ് 2ാമൻ ഈ കമ്മീഷന്റെ ദൈവശാസ്ത്രപരമായ സംഭാഷണങ്ങൾ, ചർച്ചകൾ, പ്രവൃത്തികൾ, ഗവേഷണങ്ങൾ എന്നിവ സഭകളുടെ ഐക്യത്തിലേക്കുള്ള പരസ്പര ധാരണയുടെ ദീർഘമായ പാതയുടെ ചുവടുകളായി കണക്കാക്കപ്പെടുന്നുവെന്ന് സൂചിപ്പിച്ചു. സംവാദത്തിന്റെ അവസാനം ഈജിപ്തിലെ പുരാതനങ്ങളായ അബൂമിന മൊണാസ്ട്രിയിലേക്കും സെന്റ് ആന്റണി മൊണാസ്ട്രിയിലേക്കും കമ്മീഷൻ അംഗങ്ങൾ പ്രത്യേക തീർത്ഥാടനം നടത്തി. ഇന്റർനാഷണൽ ഡെസ്ക്, ഷക്കീന ന്യൂസ്.